ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൈപ്പക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കൈപ്പക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ കൈപ്പക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് 2 സവാള. അതുപോലെ തന്നെ നമ്മൾക്ക് ആ കയ്പ്പിനെ ചെറിയൊരു ബാലൻസ് കൊടുക്കാൻ വേണ്ടി ഒരു തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ല വൃത്തിക്കൊന്ന് കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ കൈപ്പക്കയെല്ലാം ഞാൻ ഈ ഒരു നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തക്കാളി വളരെ ചെറുതായിട്ട് പെട്ടെന്ന് വേകാൻ വേണ്ടിയാണിത്. അപ്പോൾ സവാളയെല്ലാം നമ്മൾ സാധാരണ മുറിക്കുന്ന ആ ഒരു ടൈപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിലാണ് തക്കാളിയെല്ലാം മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് കൈപ്പക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായി ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾക്ക് ഉള്ളി വഴറ്റാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് ഈ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ സവാള വഴണ്ട് വരാൻ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് ബ്രൗൺ നിറം ആകണ്ട, കുറച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാള നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഉള്ളിയും ചേർക്കുന്നത് കൈപ്പക്കക്ക് കയ്പ്പ് നല്ലോണം ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെറിയൊരു ശമനം കിട്ടാനാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 വെളുത്തുള്ളി ചതച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളി ഒന്ന് ലേശം ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്കിട്ട തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് മുറിച്ച് വെച്ച കൈപ്പക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ കൈപ്പക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് കൈപ്പക്ക വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഏകദേശം അരപ്പാട്ട വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഈ സവാളയും തക്കാളിയും ചേർക്കുന്നത് കയ്പ്പ് പോകാൻ മാത്രമല്ല കേട്ടോ, മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് സവാളയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്തൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മൾക്കിത് ഏറ്റവും ആദ്യം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കൈപ്പക്ക മുറിച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഉപ്പൊക്കെ കൈപ്പക്കയുടെ കയ്പ്പിന് പാകമായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലും കൂടി പോകരുത്. ഇപ്പോൾ ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിതൊരു മീഡിയം ലോയും അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈപ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അതിന് വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഉപ്പും പിന്നെ ആ തക്കാളിയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇതിൽ
ഇറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, സവാളയുടെ ടേസ്റ്റും എല്ലാം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് എരിവ് വേണം. അപ്പോൾ ഈ ഞാനിട്ട പച്ചമുളകിന് കുറച്ച് എരിവ് കുറവായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു വലിയ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചതച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ 3-4 വട്ടം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.